എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാലറി ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു സാലറി സ്ലിപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഈ സാലറി ഷീറ്റ് എന്ന് പറയുന്നത് ഈ HR സെക്ഷന് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അണ്ടറിലാണ് സാധാരണ ഈ സാലറി ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ഇവർ പറയുന്നത് ഇതിന് പറയുന്നത് പേ ഷീറ്റ് എന്ന് പറയും. ഈ സാലറി ഷീറ്റിന് നമ്മൾ എന്ത് പറയും? പേ ഷീറ്റ്. ഈ ഹെഡിങ്ങിനെയൊക്കെ നമ്മൾ എന്ത് പറയും? പേ ഹെഡ് എന്ന് പറയും. പേ ഹെഡ്. അപ്പോൾ ഈ പേ ഹെഡിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സാലറി ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ ഹെഡിങ് ആയിരിക്കും നമ്മൾ ഈ സാലറി ഷീറ്റിൽ ഒന്നേ നമ്മൾ ടൈപ്പ് അടിച്ച് വെക്കും, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? പേ ഷീറ്റ് എന്ന് പറയുന്നു. ഇതിനെ പേ ഹെഡ് എന്ന് പറയുന്നു. ഇതെന്താണ്? സാലറി സ്ലിപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഈ എംപ്ലോയി ID, അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഒരു സാലറിയുടെ ഷീറ്റിൽ എംപ്ലോയി ID ഉണ്ടാവും, നെയിം, ഡിസിഗ്നേഷൻ, ബേസിക് സാലറി, പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ, എത്ര പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ഓവർ ടൈം, എത്ര അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, പിന്നെ എന്തൊക്കെ ഡിഡക്ഷനാണ്, അതെല്ലാം കഴിഞ്ഞ് വരുന്നതായിരിക്കും നമ്മുടെ ഈ നെറ്റ് സാലറി. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എംപ്ലോയിക്ക്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു സാലറി സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എത്ര ബേസിക് സാലറി കിട്ടി, എത്ര ഓവർ ടൈം കിട്ടി, എത്ര അലവൻസ് കിട്ടി, എത്ര ഡിഡക്ഷൻ ഉണ്ട്, ഇവയെല്ലാം കൂടെ കൂട്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്ലിപ്പിനെയാണ് നമ്മൾ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാവും എത്ര ഓവർ ടൈം അവർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ലോണുണ്ട്, അഡ്വാൻസ് എത്ര വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാലറി സ്ലിപ്പ് അല്ലെ പേ സ്ലിപ്പ് എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഈ എംപ്ലോയി ID നമ്മുടെ ഒന്ന് ചോദിക്കുന്നു. ഈ 101 പങ്കജ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് 2 എടുത്തു കഴിഞ്ഞാലോ, നിഷാന്തിൻ്റെ ഒരു പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ 4 എടുത്തു കഴിഞ്ഞാൽ ജെയിംസിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഇത് നമ്മളങ്ങ് പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ മതി. ഫയലെടുത്തു, പ്രിൻ്റ് എടുത്തിട്ട് നമ്മളൊരു സ്ലിപ്പ് അങ്ങ് പ്രിൻ്റ് എടുത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് പതിവ്. നമ്മൾ സാലറി സ്ലിപ്പ് അങ്ങ് പ്രിൻ്റ് എടുത്ത് കൊടുക്കും, ക്യാഷ് കൊടുത്തിട്ട് ഒന്നീ ബാങ്കിൽ നിന്ന് നമുക്ക് ക്യാഷ് കൊടുക്കും, എന്നിട്ട് ഓഫീസിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കും? സാലറി സ്ലിപ്പ് കൊടുക്കും. ഇത്ര മനസ്സിലായല്ലോ? അപ്പോൾ ഈ സാലറി സ്ലിപ്പ് അറ്റ് എ ടൈം നമുക്ക് ഒരാടെ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ സാലറി സ്ലിപ്പ്. അപ്പോൾ ഒരു 1000 എംപ്ലോയി ഉണ്ടെങ്കിൽ ഈ 1000 ടൈം നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിക്കുണ്ട്. മെയിൽ മെർജ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഇപ്പോൾ ഇത് കോപ്പി ചെയ്ത് മൈക്രോസോഫ്റ്റ് വേർഡിൽ പോയിട്ട് നമുക്ക് ഈ ഡേറ്റാസ് മെർജ് ചെയ്ത് നമുക്ക് അറ്റ് എ ടൈം 1000 നമുക്ക് എംപ്ലോയീസിൻ്റെ സാലറി സ്ലിപ്പ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് താഴത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോക്കട്ടെ, ഫുള്ളുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്, ഗ്രോസ് സാലറി. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇത്രയും ഭാഗം ഇതുപോലെ കോപ്പി ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഹോമിലെ കോപ്പി എന്ന് പറയണം. കണ്ടോ? കോപ്പി കണ്ടില്ലേ? കോപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൈക്രോസോഫ്റ്റ് വേഡ്, എൻ്റെ ഇവിടെ വേഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഇവിടെ ടാസ്ക് ബാർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ വേഡെന്ന് ടൈപ്പ് അടിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ വേഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വേഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് കണ്ടു. നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമ്മളിവിടെ വേഡിൽ വന്നു. നമ്മുടെ വേടി വന്നിട്ട് നമ്മൾ ഹോമിലെടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? പേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻ്റ് നമുക്കിവിടെ പേസ്റ്റായി. അത് മനസ്സിലായല്ലോ? കുറച്ച് വലുതാക്കാൻ ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഡോക്യുമെൻ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ആ സാലറി സ്ലിപ്പ് വേടി കൊണ്ടുപോയി നമ്മളിവിടെ വന്ന് പേസ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്താലും മതി. നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു എമൗണ്ട് എല്ലാം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണേ. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഡേറ്റ് ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആദ്യമേ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സലിൽ പോയിട്ട് നമ്മൾ നോക്കണം നമ്മുടെ ഡേറ്റയുടെ പേരെന്താണെന്ന്. നമ്മുടെ എക്സലിൻ്റെ പേരാണ് സാലറി സ്ലിപ്പ് എന്ന് പറയും. നമ്മുടെ ഡേറ്റയുടെ പേര് കണ്ടോ? ഷീറ്റിൻ്റെ പേരെന്താണ്? ഡേറ്റ. നമ്മുടെ എക്സലിൻ്റെ ഫയലിൻ്റെ പേര് സാലറി ഷീറ്റ്. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഈ ഹെഡിങ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവരുത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ആ ഹെഡിങ്ങൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ സാലറി ഷീറ്റ് എന്നുള്ള ഹെഡിങ് ഉണ്ടാവരുത് കേട്ടോ. ഇത് മെർജൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആൻസർ കിട്ടാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങ് തൽക്കാലം ഒന്ന് മാറ്റിക്കളയണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വേടി വന്നു. ഇനി ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഹോം, ഇൻസെർട്ട്, ഡ്രോ, ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലിംഗ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ മെയിലിങ്ങിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ സെലക്ട് റെസിപ്പിയൻ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷന് യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തല്ലോ. എടുക്കുമ്പോൾ അവർ ചോദിക്കും ഏത് ഫയലാണ് നിങ്ങളുടെ എക്സലിൻ്റെ ഫയൽ. ഞാനൊരു ഡെസ്ക്ടോപ്പിൽ ഇവിടെ പേ സ്ലിപ്പ് എന്നൊരു ഫയൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സലിൻ്റെ ഫയലാണേ, നമ്മൾ പേ സ്ലിപ്പ് എന്നൊരു ഫയലാണ് സേവ് ചെയ്ത് വെച്ചു. ഓപ്പൺ പറഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കും അതിലെ ഏത് ഷീറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഷീറ്റ് നമ്പർ 1, ഈ ഡേറ്റ 1 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ. ആ ഹെഡിങ് ഇല്ലാത്ത ആ ഷീറ്റ് ഞാൻ ഹെഡെന്ന് പറഞ്ഞാൽ സാലറി ഷീറ്റ് എന്നുള്ള മെർജ് ചെയ്ത ആ ഒരു റോയെ ഞാൻ അവോയ്ഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ EMB ID എന്നുള്ള ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഇൻസെർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ബട്ടൺ ഞാൻ എടുത്തു. എന്നിട്ട് കണ്ടില്ലേ അവിടുത്തെ ഹെഡിങ് എല്ലാം ഇവിടെ വന്നു. ആ എംപ്ലോയി ID, എംപ്ലോയി നെയിം, ഡിസിപ്ലിൻ ഇതിങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സലിൽ പോയിട്ട് ഈ ഒരു ഡേറ്റ ഉണ്ട് സാലറി ഷീറ്റ്, ഈ മെർജ് ചെയ്ത ഈ റോ അങ്ങ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. ഇതുപോലെ ആയിരിക്കണം, നമുക്ക് ഹെഡിങ് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. അതിൻ്റെ മേളിൽ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഇൻസെർട്ട് മെർജ് ഫീൽഡ് എടുത്തിട്ട് എംപ്ലോയി ID എടുത്തു. അടുത്തത് എന്താണ് എടുക്കേണ്ടത്, എംപ്ലോയിയുടെ നെയിം. അങ്ങനെ എല്ലാ ഫീൽഡും നമ്മളിവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. ബേസിക് സാലറി, ഇവിടെ വന്ന് പേയബിൾ, ഇവിടെ വന്ന് OT എമൗണ്ട് 1, അടുത്ത ഷീറ്റ് OT എമൗണ്ട് 2, അടുത്തത് HR, ഇതെല്ലാം സെലക്ട് ചെയ്യണം ഇതുപോലെ. അതുപോലെ ലോൺ എന്നുള്ളിടത്ത് നമുക്കിവിടെ വന്ന് ലോൺ എടുത്തു. ഇവിടെ വന്നിട്ട് LIC എടുത്തു. ഇവിടെ വന്നിട്ട് അഡ്വാൻസ് എന്നുള്ള സെലക്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, TA, പിന്നെ ഇവിടെ ഗ്രോസ് സാലറി, ഇവിടെയാണ് ഗ്രോസ് സാലറി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രോസ് സാലറി എടുത്തു. ഇവിടെ നെറ്റ് സാലറി എടുത്തു. പിന്നെന്താണ് ഇവിടെ ഡിഡക്ഷൻ. അങ്ങനെ എന്തൊക്കെ ഹെഡ് ഇട്ടോ ഞാനതെല്ലാം ഇവിടെ ഞാൻ ഡിസിഗ്നേഷനും എടുക്കാം. കണ്ടില്ലേ, അപ്പം ഇങ്ങനൊരു കോഡിങ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇത്ര മനസ്സിലായല്ലോ. അതായത് ഇവിടെ ഇൻസെർട്ട് മെർജ് ഫീൽഡ് വന്നിട്ട് ഈ ഹെഡെല്ലാം നമ്മളിവിടെ വന്ന് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഇവിടെ കണ്ടില്ലേ പ്രിവ്യൂ റിസൾട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ പ്രിവ്യൂ റിസൾട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആ എമൗണ്ട് എല്ലാം ഇവിടെ വന്നു. ഇത്രയേ ഉള്ളൂ, ഒറ്റ ഒരു ഷീറ്റേ വരുന്നുള്ളൂ, ഒരാളുടെ മാത്രം നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ 101 എന്ന് കണ്ടില്ല, ഇത് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലുതായിട്ട് കാണുന്നത്. അപ്പം 101 കണ്ടില്ലേ, ഇവിടെ വന്ന് ഈ 102 ആക്കണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത്രയും ഭാഗം ഇവിടെ വന്നിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 102, 103 കണ്ടോ, ഓരോരുത്തരുടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടോ. 105ൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. 105 നമുക്ക് പ്രിൻ്റ് എടുത്ത്, അപ്പോൾ ഒരാളുടെ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ വന്നിട്ട് ഈ പ്രിവ്യൂ പറഞ്ഞപ്പോൾ ഈ ഡിസിമൽ കണ്ടില്ലേ, കുറേ ചിലതിനൊക്കെ കുറേ ഡിസിമൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കത് ആ ഡിസിമൽ ഒന്ന് മാറ്റണമെന്ന് തോന്നുകയെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ 101ൽ തന്നെ പോട്ടെ. ആദ്യത്തെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ കുറേ ഡിസിമലൊക്കെ വന്ന് കിടപ്പുണ്ട്. ഈ ഡിസിമലൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യണം. ഓൾട്ട് F9. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് കണ്ട കെർലി ബ്രാക്കറ്റ് കണ്ടില്ലേ, ഈ കെർലി ബ്രാക്കറ്റിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെച്ചിട്ട് നമ്മൾ / അടിക്കണം. / ഒരു ആഷ് സിമ്പിൾ അടിക്കാം. ആഷ് പിന്നെ ഒരു 0 അടിക്കുക. സ്പേസ് ഇട്ടിട്ട് ഒരു 0 അടിക്കുക. അപ്പോൾ എന്തടിച്ചു, / 0. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. ഞാനൊന്ന് കോപ്പി ചെയ്യുക ഇത് കേട്ടോ.
കോപ്പി ചെയ്തു. അല്ലെങ്കിൽ ഓരോന്നിനും പോയി എവിടെയൊക്കെയാണോ നമ്മളങ്ങനെ കണ്ടത്, എനിക്കൊന്ന് ഗ്രോസ് സാലറിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഞാൻ ഇവിടെയും കണ്ടു മെർജ്ഡ് നെറ്റ് സാലറി, ഈ നെറ്റ് സാലറി കൊണ്ട് വെച്ചിട്ട് അവിടെയും കൊണ്ട് സ്പേസ് വിട്ടിട്ട് ഓൾട്ട് വി. അപ്പോൾ നമ്മളവിടെ എല്ലാം കൊണ്ട് നെറ്റ് സാലറിയുടെ എല്ലായിടത്തും നമ്മൾ കൊണ്ട് കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ട് F9 ഒന്നുകൂടെ പ്രസ് ചെയ്യണം. ഓണും ഓഫും ഒരേ ബട്ടൺ തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്തു. അപ്പം ഇവിടെ വന്നപ്പം ഇത് മാറിയിട്ടില്ല കേട്ടോ, ഞാനത് ചെയ്തിട്ടും മാറിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പ്രിവ്യൂ റിസൾട്ട് എന്നുള്ളിടത്ത് 2 ടൈംസ് ക്ലിക്ക് ചെയ്യണം. 1 2 ടൈംസ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഡിസിമലൊന്ന് മാറിക്കിട്ടി കണ്ടോ, ഡിസിമൽ മാറി. ഇനി 102 എടുക്കണമെങ്കിലോ ഇവിടെ വന്നിട്ട് ഇവിടെ വരിക, നമുക്ക് 2 എടുത്തു കണ്ടോ. അപ്പോൾ നമുക്കുണ്ടോ അവിടെ ഡിസിമൽ മാറിക്കിട്ടി. 3 എടുക്കണമെങ്കിൽ നമ്മളിവിടെ പോയി 3 എടുത്തു കണ്ടോ. 3 എടുത്തപ്പം ഇത് 3 ആണ് കണ്ടോ, മാറിക്കിട്ടി. ഇങ്ങനെ നമുക്ക് ഓരോന്ന് മാറ്റി, ഇപ്പോൾ നമ്മൾ അതിനകത്തെ ഡിസിമലെല്ലാം നമ്മൾ മാറ്റിയെടുത്തു. ഇനി നമുക്കിത് മെർജ് ചെയ്യണം. ഇതുവരെ നമ്മൾ മെർജ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒറ്റ ഷീറ്റിൽ നിൽക്കുകയാണ്, ഒരു പേജിൽ നിൽക്കുകയാണ്. ഇത് നമുക്ക് മെർജ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയാം. നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓളെന്ന് പറഞ്ഞിട്ട് ഓക്കെ പറയാം. ഇനിയിപ്പോൾ കണ്ടോണം എല്ലാം മെർജ് ഇത് ഒരു ഷീറ്റ് ഉണ്ടോ. ഇതെന്താണ് 102, ഇതെന്താണ് 104 ആണ്. 3 ഇവിടെ ഉണ്ട്, 3 4. ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്നിച്ച് എല്ലാം കൂടെ മെർജായി. ഇനി ഇത് ശരിക്കും നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ വ്യൂ എടുക്കണം. വ്യൂ എടുത്തിട്ട് ഇത് കണ്ടില്ലേ സൈഡ് ടു സൈഡ് എന്നൊരു ബട്ടണുണ്ട്, നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് തമ്പനെയിൽ ഒന്ന് പ്രസ് ചെയ്യുക. തമ്പനെയിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്കെല്ലാം കണ്ടോ എത്ര ഷീറ്റുണ്ടോ ആ ഷീറ്റെല്ലാം നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ 1000 എംപ്ലോയിയുടെ ഷീറ്റ് എംപ്ലോയി ഉണ്ടെങ്കിൽ ഈ 1000 എംപ്ലോയിയുടെ ഷീറ്റും നമുക്ക് ഒന്നിച്ച് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് വന്നാൽ മാത്രമേ വേഡി വന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഫയലെടുത്തു, നമുക്ക് പ്രിൻ്റ് എടുക്കണേ നമ്മളിവിടെ പോയി പ്രിൻ്റ് പറഞ്ഞ് ഇതിപ്പോൾ ഓരോരുത്തരുടെയാണ്, നമുക്ക് താഴോട്ട് വരുമ്പോൾ ഓരോരുത്തരുടെയും പ്രിൻ്റ് എടുക്കാൻ പറ്റും കണ്ടോ. ഓരോരോ ആൾക്കാരുടെ മാറുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പ്രിൻ്റ് എന്ന് പറയാം, പ്രിൻ്റ് എടുക്കണമെങ്കിൽ. അതുമല്ല നമുക്കിത് PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഫയൽ ഇവിടെ സേവ് ആസ് എടുത്തു. എന്നിട്ട് ഇവിടെ ദിസ് PC എന്നുള്ള എടുത്തു. അപ്പം മൈ ഡോക്യുമെൻ്റ് വന്നു. ഇവിടെ വന്നിട്ട് PDF എന്ന് എടുക്കുക ഉണ്ടോ. ഇവിടെ PDF എന്ന് എടുത്തിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ സേവ് എന്ന് പറഞ്ഞാൽ ഇത് PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മെർജ് ചെയ്യാൻ പറ്റും. വളരെ നല്ല ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ പോകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹെഡിങ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഫീൽഡ് കിട്ടാൻ പാടുവരും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഈ പേ ഹെഡിൻ്റെ മേളിൽ ഡിസ്റ്റർബൻസ് ഒന്നും വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ടൈപ്പ് അടിക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഡേറ്റ ഷീറ്റ്. ഇത് നമ്മൾ ഡേറ്റ ഷീറ്റാണ്. ഇത് നമ്മുടെ പേ സ്ലിപ്പാണ്. ആദ്യം നമ്മൾ ഡേറ്റ ഷീറ്റൊക്കെ ടൈപ്പ് അടിച്ച് വെക്കുക. എന്നിട്ട് പേ സ്ലിപ്പ് എടുക്കുക. അതിൽ നമ്മൾ പേ സ്ലിപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. മൈക്രോസോഫ്റ്റ് വേർഡിലോട്ട് പോയി, ഓർമ്മയില്ലേ, മൈക്രോസോഫ്റ്റ് വേർഡിലോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഡോക്യുമെൻ്റ് എടുത്തു. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. പുതിയൊരു ഡോക്യുമെൻ്റ് എടുത്തു. എന്നിട്ട് ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ചെറുതാണെങ്കിൽ വ്യൂ എടുത്തിട്ട് വെട്ടിക്കൽ ഇതെടുത്ത് സൂം വെച്ച് വലുതാക്കി എടുക്കുക കേട്ടോ. എടുത്തു. എന്നിട്ട് ഫയലെടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, പേസ്റ്റ് പറഞ്ഞു. എന്നിട്ട് കോപ്പി ചെയ്തില്ലത് നമ്മൾ ഇത്രയും ഭാഗം കോപ്പി ചെയ്യാം. ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിട്ട് എത്ര ഭാഗമാണോ നമുക്ക് ചെയ്യേണ്ടത് അത്രയും ഭാഗം Ctrl+C അടിച്ചിട്ട് വേടി പോയിട്ട് എന്ത് ചെയ്യണം, വേടി പോയിട്ട് നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പേസ്റ്റ് വന്നു. പേസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സാധാരണ ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പുറത്തേതു ഇത്രയും ഭാഗം ഇങ്ങനെയുള്ള എല്ലാം നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, മെയിലിങ്ങിൽ പോയി. എന്നിട്ട് എന്ത് ചെയ്തു, സെലക്ട് റെസിപ്റ്റ് എടുത്തു, യൂസർ റെസിപ്പിയൻ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് നമുക്ക് ഫയൽ സെലക്ട് ചെയ്തു. ഏത് ഫയലാണോ നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു. പേ സ്ലിപ്പ് എന്നൊരു ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്തത്.
സാലറി സ്ലിപ്പ് എന്ന് ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു, ഓപ്പൺ പറഞ്ഞു. അപ്പോൾ ഏത് ഷീറ്റാന്ന് ചോദിക്കുന്നു, നമ്മൾ ആ ഷീറ്റിൻ്റെ പേര് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നു. ഇവിടെ വന്നിട്ട് ഇൻസെർട്ട് മെർജ് ഫീൽഡ് എടുത്തിട്ട് നമ്മൾ ഓരോ ഫീൽഡും നമ്മളിങ്ങനെ ഓരോ ഫീൽഡും എടുത്തു വെച്ചു. അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രിവ്യൂ റിസൾട്ട് എന്ന് പറയണം. അപ്പോൾ നമുക്കതിനെ പ്രിവ്യൂ ചെയ്തു. പിന്നെ നമുക്ക് ഇതുപോലെ ഡിസിമൽ വരുവാണെങ്കിൽ ആ ഡിസിമലൊക്കെ നമ്മൾ മാറ്റിയിട്ട് മെർജ് ഫിനിഷ് ആൻഡ് മെർജ് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എനിക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാനൊരു സ്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രിയേറ്റ് എ പേസ്ലി വിത്ത് മെയിൽ മെർജ്. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കോപ്പി ദ MD പേസ്ലിപ്പ് ഫ്രം എക്സൽ ടു മൈക്രോസോഫ്റ്റ് വേഡ്. അടുത്ത എന്താണ് മെയിലിംഗ് എടുത്തിട്ട് സെലക്ട് റെസിപ്പിയൻറ്റ്. അടുത്ത എന്ത് പറഞ്ഞാൽ യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ട് സെലക്ട് എക്സൽ ഫയൽ സെലക്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസെർട്ട് മെർജ് ഫീൽഡ് എടുക്കുക. പിന്നെ അതിൻ്റെ സെലക്ട് ദ ഫീൽഡ് ടു റിക്വയർഡ് പ്ലേസ്, എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പ്രിവ്യൂ റിസൾട്ട് എന്ന് പറയണം. പിന്നെ ഫൈൻഡ് ചെയ്യണം, ആരോ പോയിട്ട് ഓരോന്ന് ഫൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയാം. പിന്നെ എപ്പോഴെങ്കിലും ഡിസിമൽ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ സെലക്ട് ദ റിക്വയർഡ് ഫീൽഡ് പ്ലസ് Alt F9 പ്രസ് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ഇങ്ങനെ അടിക്കുക. പിന്നെ എഗെയിൻ പ്ലസ് Alt F9. പിന്നെ നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ Alt F9 പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ഓൺ പ്രിവ്യൂ ട്വൈസ്, 2 തവണ നമ്മളത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കമൻറ്റിൽ കൂടെ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.